ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുഹൃദയ ധ്യാനത്തിന്റെ 7ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. തിരുഹൃദയത്തിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ സ്നേഹം അനേകരിലേക്ക് പകരുവാൻ, തിരുഹൃദയ പ്രേക്ഷിതരായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഈ ഉദ്യമങ്ങളിൽ സ്വർഗത്തിന്റെ ദൈവം തന്റെ കൃപകൾ നമ്മളിലേക്ക് ധാരാളമായി ചൊരിയുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. ആ ദൈവത്തെ മതിമറന്ന് ആരാധിക്കാം, അവിടുത്തേക്ക് നന്ദി പറയാം. ഞാനും നിങ്ങളുമൊക്കെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എന്ത് സമർപ്പിക്കുന്നോ അത് പൂർണ്ണമായി സ്വർഗം കേൾക്കുമെന്ന് വിശ്വസിക്കുമാറ് ജീവിതത്തിൽ അനുദിനം അനേകം അനുഗ്രഹങ്ങൾ കിട്ടുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഇത്തരുണത്തില് ഒരു ചെറിയ കുഞ്ഞ് അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് ഇന്നേ ദിവസത്തിന്റെ വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നിന്റെ ചെറുതും വലുതുമായ നൊമ്പരങ്ങൾ അർപ്പിച്ച് നീ പ്രാർത്ഥിക്കുക എന്ന് വചന ശുശ്രൂഷയിൽ കേട്ട ഒരു സന്യാസിനി തന്റെ ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രോബ്ലം ഉണ്ടായിട്ട് ചില സൈറ്റുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അത്യാവശ്യമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഈ അവസരത്തില് രാവിലെ മുതൽ 4 മണിക്കൂറോളം കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന് പലതവണ ശ്രമിച്ചിട്ടും പലരെ വിളിച്ച് ഹെൽപ്പ് ചോദിച്ചിട്ടും സാധിക്കാതെ മനമെടുത്ത് ചാപ്പലിൽ പോയിരുന്ന് കർത്താവിനോട് പറഞ്ഞു, എന്റെ ഈശോയുടെ തിരുഹൃദയമേ, ഈ ഒരു കാര്യം എനിക്ക് സാധിച്ചു തരണം, നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ വെക്കുകയാണ് എന്ന്. ലാപ്ടോപ്പ് അടച്ചു വെച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം വൈകുന്നേരം വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് തിരിച്ച് മുറിയിൽ വന്ന് ലാപ്ടോപ്പ് ഓൺ ആക്കിയ നിമിഷം തന്നെ ഏതൊക്കെ പ്രോഗ്രാമുകളാണ് ഓപ്പൺ ചെയ്യാതിരുന്നത് അത് അത്ഭുതകരമായി ഓപ്പൺ ചെയ്യുകയും ഉദ്ദേശിച്ച കാര്യം നിറവേറ്റുവാൻ ഈശോയുടെ തിരുഹൃദയം തന്നെ അനുഗ്രഹിച്ചുവെന്നും ആ സന്യാസിനി പങ്കുവെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ചെറുതും വലുതുമായ അനേകം അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ ഈശോയുടെ തിരുഹൃദയം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ധാരാളമായി ചൊരിയുന്നുണ്ട് എന്നുള്ളത് വലിയ ഒരു സത്യമാണ്. സങ്കീർത്തന പുസ്തകം 54-ാം അധ്യായം 6-ാമത്തെ വചനം, ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവ്വം ബലി അർപ്പിക്കും. കർത്താവെ, അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും. അങ്ങെന്നെ എല്ലാ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിച്ചു. ശത്രുക്കളുടെ പരാജയം എന്റെ കണ്ണുകൾ കണ്ടു. ഞാൻ അങ്ങേക്ക് ശ്രേഷ്ഠമായ ബലി അർപ്പിക്കും. അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് നന്ദി പറയും. ഹൃദയപൂർവ്വം ഞാൻ അങ്ങേക്ക് ബലി അർപ്പിക്കും. കാരണം അങ്ങെന്നെ എല്ലാ കഷ്ടതകളിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്നേ ദിവസത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് തന്റെ അനുഗ്രഹങ്ങൾ വാരി വാരി ചൊരിയുന്ന ദൈവത്തോട് നമുക്ക് പറയാം, കർത്താവെ, അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. എന്റെ ഈശോയെ, അങ്ങല്ലാതെ മറ്റാരാണ് എനിക്ക് കർത്താവ്? അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയൊന്നുമില്ല. എല്ലാ ഹൃദയങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഏറ്റുപറയട്ടെ, ദൈവമേ, നീ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ നിന്നിൽ ശരണം വെച്ചിരിക്കുന്നു. നീയാണ് എന്റെ കർത്താവ്. നിന്നിൽ നിന്നല്ലാതെ നന്മയൊന്നും എനിക്കില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ദിവ്യ ഹൃദയം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് അവിടുന്ന് മാത്രമാണ് നന്മയെന്ന് വിശ്വസിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവേ, ശ്രേഷ്ഠമായ അങ്ങയുടെ നാമത്തിന് നന്ദി പറയുവാൻ, ഹൃദയപൂർവ്വം അങ്ങേക്ക് ബലി അർപ്പിക്കുവാൻ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ പാടിപ്പുകഴ്ത്തുവാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. കർത്താവേ, എന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹം ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ചൊരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കാം, ആരാധിക്കാം ഒരു മനസ്സോടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് കൂട്ടായ്മയെ കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായി നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തെ പാടി ആരാധിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കാം. പരിശുദ്ധാത്മാവേ, ആഴത്തിലിറങ്ങി വന്നിടണേ.
ഞങ്ങൾ താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിലിറങ്ങി വന്നിടണേ. കേഴുന്നു നിൻ ദാസർ മക്കൾ ഞങ്ങൾ താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. കേഴുന്നു നിൻ ദാസർ മക്കൾ ഞങ്ങൾ താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. വാനമേഘത്തിൽ നിന്നും നീ ശക്തിയോടിറങ്ങി വന്നിടണേ. വാനമേഘത്തിൽ നിന്നും നീ ശക്തിയോടിറങ്ങി വന്നിടണേ. ദാസരാകും ഞങ്ങളെ നീ സ്നേഹത്താൽ ഒന്നിപ്പിച്ചിടണമേ. ദാസരാകും ഞങ്ങളെ നീ സ്നേഹത്താൽ ഒന്നിപ്പിച്ചിടണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിലിറങ്ങി വന്നിടണേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിലിറങ്ങി വന്നിടണേ. കേഴുന്നു നിൻ ദാസർ മക്കൾ ഞങ്ങൾ താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. കേഴുന്നു നിൻ ദാസർ മക്കൾ ഞങ്ങൾ താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിലിറങ്ങി വന്നിടണേ. കേഴുന്നു നിൻ ദാസർ മക്കൾ ഞങ്ങൾ താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. കേഴുന്നു നിൻ ദാസർ മക്കൾ ഞങ്ങൾ താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്കും നിങ്ങൾക്കും ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുക. സ്നേഹത്തിന്റെ അമ്മയായ, തിരുഹൃദയ രാജ്ഞിയായ പരിശുദ്ധ അമ്മയെക്കുറിച്ച്. ഈ ക്ലാസിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. ഓ അമ്മേ, ദിവ്യനാഥേ, അവിടുത്തെ ഞങ്ങൾ ഈശോയുടെ ദിവ്യഹൃദയത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് സംവഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അമ്മേ, തിരുഹൃദയത്തിന്റെ നാഥേ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ സംവഹിക്കണമേ, ചേർത്ത് പിടിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ തിരുഹൃദയത്തിന്റെ അമ്മയാണ്, രാജ്ഞിയാണ്. കത്തോലിക്ക സഭ തിരുഹൃദയ തിരുനാൾ ആചരിക്കുന്നതിന്റെ പിറ്റേ ദിവസമാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുക. ഈശോയുടെ തിരുഹൃദയവും പരിശുദ്ധ അമ്മയുടെ ഹൃദയവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അഭേദ്യമായ ഒരു വലിയ രഹസ്യം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് വലിയ സത്യമാണ്. നമുക്കറിയാം, സ്വർഗീയ പിതാവിനെ ഈശോ സ്നേഹിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഈശോ സ്നേഹിക്കുക പരിശുദ്ധ അമ്മയെയാണ്. ദൈവത്തിന് ഒരു സൃഷ്ടിയെ എത്രമാത്രം സ്നേഹിക്കാൻ പറ്റുമോ അതിന്റെ പൂർണ്ണ തികവിൽ ഈശോ പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചു. പരിശുദ്ധ അമ്മയെ ഈശോ സ്നേഹിക്കുന്നത് ഒരു വലിയ കൃതജ്ഞതയോടെയാണ്. കാരണം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വലിയൊരു പാലമായി നിന്നത് പരിശുദ്ധ അമ്മയാണെന്ന് എനിക്കും നിങ്ങൾക്കും വ്യക്തമായി അറിയാം. മനുഷ്യ അവതാരത്തിന് വേണ്ടി സ്വന്തം ശരീരം കൊടുത്തുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ആത്മാവിനെയും ശരീരത്തെയും സ്വർഗത്തിലേക്ക് പൂർണ്ണമായി കൈയാളിച്ച ആ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലാണ് ഈശോയുടെ തിരുഹൃദയം തുടിച്ചത് എന്ന വലിയ സത്യം ഞാനും നിങ്ങളും ഈ സമയം നന്ദിയോടെ ഓർക്കണം. ആ പുണ്യനാഥയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഈശോയുടെ തിരുഹൃദയ തുടിപ്പുകൾ ഏറ്റുവാങ്ങിയ പരിശുദ്ധയമ്മേ, ഈ തിരുഹൃദയ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ തിരുഹൃദയത്തിന്റെ തുടിപ്പുകൾ സ്വന്തമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കണം. അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ലൂക്ക 1:38. ആ സമ്മതദാനത്തിലൂടെ ദൈവം എന്ന നിലയിൽ സഹിക്കുന്നതിനും
മരിക്കുന്നതിനും അവിടത്തേക്കില്ലാത്ത ശക്തിയാണ് മറിയം കൊടുത്തത്. നമുക്കറിയാം ദൈവത്തിന് ഒരിക്കലും മരണമില്ല, ദൈവത്തിന് സഹിക്കാൻ പറ്റില്ല. എന്നാൽ മനുഷ്യനായി പിറന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിന് സഹിക്കുവാനും മരിക്കുവാനുമുള്ള ശക്തി പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം തൊട്ട് കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, പുത്രതുല്യമായ പ്രതിനന്ദിയോടെ അമ്മയെ സ്നേഹിച്ച ഈശോ, അമ്മയുടെയും മകന്റെയും ഹൃദയങ്ങൾ എപ്പോഴും സമ്പർക്കത്തിലായിരുന്നു, എപ്പോഴും സംഭാഷണം ചെയ്തുകൊണ്ടിരുന്നു എന്നത് വലിയൊരു സത്യമാണ്. ഹൃദയങ്ങൾ തമ്മിൽ എങ്ങനെ സമ്പർക്കത്തിലായിരിക്കണമെന്ന്, ഈശോയുടെ തിരുഹൃദയത്തോട് എങ്ങനെ സംഭാഷണത്തിലായിരിക്കണമെന്ന് അമ്മയുടെ വിമല ഹൃദയം നമ്മെ പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ തിരുഹൃദയ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തി നാം അതിനു വേണ്ടി ഒരുങ്ങിയാൽ അതൊരിക്കലും പൂർണ്ണമാവുകയില്ല. ഈശോയുടെ തിരുഹൃദയത്തോട് അഭേദ്യമായി ബന്ധത്തിലായിരിക്കുന്ന പരിശുദ്ധ അമ്മയെ അടുത്തു പിടിച്ച് അമ്മയോട് പ്രാർത്ഥിക്കണം, അമ്മേ തിരുഹൃദയത്തിനുള്ളിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന്. തിരുഹൃദയത്തിനുള്ളിൽ ജ്വലിക്കുന്ന സ്നേഹത്തിന്റെ തീവ്രതയിലേക്ക് പൗലോസ്ലീഹായെ പോലെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും ആഴവും വീതിയും ഗ്രഹിക്കുവാൻ നിന്നെ പഠിപ്പിക്കുക പരിശുദ്ധ അമ്മയാണ്. ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം ഇരിക്കുമ്പോൾ നമുക്കറിയാം, ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ കുരിശിലേക്കുള്ള യാത്ര, കാൽവരി യാത്ര, അമ്മയെ സ്നേഹിക്കുകയും വ്യാകുലം നിറഞ്ഞ ആ വഴിയാത്രയിൽ അമ്മയെ ശക്തിപ്പെടുത്തുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്തത് നമ്മുടെ ഈശോയാണ്. ആ ഈശോ തന്റെ ഹൃദയം അമ്മയ്ക്ക് കൊടുത്തത് കൊണ്ട് സഹിക്കുവാനുള്ള കൃപ അമ്മയ്ക്ക് കിട്ടി എന്നത് വലിയൊരു സത്യമാണ്. ഈശോയുടെ മരണനേരത്ത് ഈശോ തന്റെ മിഴികൾ പരിശുദ്ധ അമ്മയിലേക്ക് ഒന്ന് നീട്ടി തിരുസഭയെ മുഴുവൻ യോഹന്നാൻ വഴിയായി മറിയത്തെ ഭരമേൽപ്പിച്ചുവെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ ഈശോ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കണം. എല്ലാ മക്കളും ഒന്ന് കണ്ണുകൾ അടച്ച് തിരുഹൃദയ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധയമ്മേ, തിരുഹൃദയത്തെ തൊട്ടറിഞ്ഞ പരിശുദ്ധയമ്മേ, തിരുഹൃദയ തുടിപ്പുകൾ ഏറ്റുവാങ്ങിയ പരിശുദ്ധയമ്മേ, തിരുഹൃദയത്തോട് ഒന്നായി തീർന്ന പരിശുദ്ധയമ്മേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴികളിലേക്ക്, ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ഹൃദയത്തെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ സ്തുതി, ഞങ്ങളുടെ ജീവന് മാതൃവേ ശരണമേ സ്തുതി. അവൾ മുതൽപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കം നിലവിളിക്കുന്നു. കരുണനീരി താഴ്വൽ നീങ്ങിക്കറിഞ്ഞ് അങ്ങേപ്പക്കം ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങൾ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തെ നീഫലമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും അതും കന്യാമറിയമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ തിരുഹൃദയ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന ഓരോ തവണ ഉരുവിട്ടു പ്രാർത്ഥിക്കുന്നത് ശ്രേഷ്ഠമെന്ന് എനിക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ തോന്നുകയാണ്. മാതാവിനെ സ്നേഹിക്കാൻ നമ്മെ ഈശോ പഠിപ്പിക്കും. ഈശോയെ പോലെ മറിയത്തെ അറിയുകയോ സ്നേഹിക്കുകയോ ആരും ചെയ്തിട്ടില്ല. മറിയത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്തത് ഈശോയാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെയെങ്കിൽ അമ്മയെ സ്നേഹിക്കുമ്പോൾ അമ്മ നമ്മെ ജ്ഞാനത്തിലേക്ക്, സ്നേഹത്തിലേക്ക് നയിക്കും. ദൈവവചനം എന്ന മനുഷ്യപുത്രനെ ആ നിഗൂഢമായ ദിവ്യമായ ആ തിരുവചനത്തിന്റെ 7 മുദ്രകളെയും പൊട്ടിക്കുവാൻ പരിശുദ്ധ കന്യകയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ കന്യകയാണ് തിരുവചനത്തിന്റെ ആഴപ്പെട്ട അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരിക. പ്രിയപ്പെട്ടവരെ, തിരുഹൃദയ ഭക്തരാണ് വിശുദ്ധ ഫ്രാൻസിസ്, വിശുദ്ധ ജർദ്രൂദ്, വിശുദ്ധ മർഗരിറ്റ മറിയം, അങ്ങനെ കുറേയധികം ആളുകൾ തിരുഹൃദയത്തിന്റെ സ്വന്തമായിട്ടുണ്ട്. എന്നാൽ അവരെക്കാൾ എല്ലാം അധികമായി തിരുഹൃദയത്തിന്റെ യഥാർത്ഥ പ്രേക്ഷിതയായി മാറിയവൾ പരിശുദ്ധ കന്യക മറിയമാണ്. ഈശോയുടെ ഹൃദയം സ്നേഹത്തിന്റെ ഒരു സിംബലാണെന്ന് നമുക്കറിയാം. കർത്താവിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ കരുണയും സ്നേഹവും നമുക്ക് കാണാം, സഹനം കാണാൻ പറ്റും,
കുരിശിലെ ബലി കാണാൻ പറ്റും. എന്നെയും നിങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് കാണാൻ പറ്റും. കർത്താവിന്റെ കുരിശിലെ മുഴുവൻ കൃപയും അതേ തീവ്രതയിൽ ചൊരിയപ്പെട്ടത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലാണ്. ഈശോയെ, നിന്റെ ഹൃദയ ശാന്തതയും എളിമയുമുള്ളതാണ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മുഴുവൻ ആവഹിക്കപ്പെട്ട ഹൃദയമാണ് പരിശുദ്ധ അമ്മയുടേത്. ഈ അമ്മയെ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ വിളിക്കേണ്ടത്. എന്നെയും നിങ്ങളുടെയും ജീവിതത്തിൽ തിരുഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹ പൂർത്തിക്ക് വേണ്ടി അമ്മയെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. ജീവിതത്തിന്റെ ചില കാര്യസാധ്യത്തിന് വേണ്ടി അമ്മയെ ചേർത്ത് പിടിച്ച് ജപമാല ചൊല്ലുന്നതല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, തിരുഹൃദയ രാജ്ഞിയോടുള്ള ഭക്തി. മറിച്ച് ദൈവഹിതം പൂർത്തിയാക്കിയ പരിശുദ്ധ അമ്മ തിരുഹൃദയം എന്നിലും നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്ന ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിന്നെ ഒരുക്കുകയാണ് ആദ്യമായി ചെയ്യുക എന്ന സത്യം ഈ തിരുനാൾ ദിനങ്ങളിൽ ഞാനും നിങ്ങളും തിരിച്ചറിയണം. എനിക്കിന്നൊരു വ്യക്തി വലിയൊരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു കാര്യം ഇപ്രകാരമാണ് പറയുക: സിസ്റ്ററെ, എനിക്ക് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുന്നതും അനുഗ്രഹങ്ങൾ കിട്ടുന്നതുമായി അനേകരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം മനസ്സിലാക്കുകയാണ്, ഞാൻ ജപമാല ചൊല്ലാൻ പലപ്പോഴും ചിലപ്പോൾ എനിക്ക് കഴിയാതെ പോകും. അങ്ങനെ ഞാൻ ചൊല്ലാതിരിക്കുമ്പോൾ എനിക്ക് അനുഗ്രഹങ്ങൾ കുറയുന്നതായും ഞാൻ പാപത്തിൽ വീഴുന്നതായും മനസ്സിലാക്കുന്നു. പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലിയില്ലെങ്കിൽ എന്നെ ഇട്ടിട്ട് പോകുമോ? ഒരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ പെൺകുട്ടിക്ക് ഇപ്രകാരമാണ് മറുപടി കൊടുത്തത്: ചൊല്ലുന്ന ജപമാലയുടെ ആഴമനുസരിച്ചല്ല അമ്മ നമ്മുടെ കൂടെ ആയിരിക്കുക. എന്നാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തിന്മയുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വലിയൊരു ആവരണമാണ്, ആയുധമാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജപമാല. പ്രിയപ്പെട്ട കുഞ്ഞേ, നീ പാപത്തിലേക്കും പ്രലോഭനത്തിലേക്കും കെട്ടിലേക്കും വീഴാതിരിക്കുവാൻ ഈ ജപമാല നിനക്ക് പ്രൊട്ടക്ഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ജപമാല മാറ്റിവെക്കാതെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണമെന്നാണ് ഞാൻ ആ കുഞ്ഞിന് മറുപടി കൊടുത്തത്. കാരണം ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ എണ്ണമനുസരിച്ചല്ല, 50 ജപമാല ഞാൻ ചൊല്ലിയോ എന്ന് നോക്കിയിട്ടല്ല പരിശുദ്ധ അമ്മ എന്റെ അടുക്കലേക്ക് വരിക. മറിച്ച് അമ്മയോടുള്ള എന്റെ സ്നേഹം, ആ സ്നേഹം തീർച്ചയായും പ്രവൃത്തിയിലൂടെ ഞാൻ കാണിച്ചിരിക്കും. എനിക്ക് അമ്മയെ സ്നേഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞു വെക്കുമ്പോ അമ്മയോട് പ്രാർത്ഥിക്കുവാൻ, ജപമാല ചൊല്ലുവാൻ മറ്റാരും എന്നെ നിർബന്ധിക്കേണ്ടതില്ല. അത് കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, സ്നേഹത്തിന്റെ ഒരു ആലിംഗനമാണ്. അമ്മയുടെ മടിയിലിരിക്കാൻ ജപമാല വഴി എന്നെയും നിങ്ങളെയും ക്ഷണിക്കുമ്പോ ഒന്ന് കയറിയിരുന്നാൽ തിരുഹൃദയത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ എനിക്കും നിങ്ങൾക്കും അമ്മ പറഞ്ഞു തരും. അമ്മയോളം തിരുഹൃദയ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തി ഈ ഭൂമുഖത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ തിരുഹൃദയത്തിന്റെ സ്നേഹം പിതാവിലേക്കും പുത്രനിലേക്കും തിരിഞ്ഞിരിക്കുന്ന തിരുഹൃദയം, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം, മാതാവിന്റെ ഹൃദയം ഇതുപോലെ ഈശോയുടെ സ്നേഹത്തിലേക്ക് ആനയിക്കപ്പെട്ടതിന് പിന്നിൽ റൂഹാദ ഖുദ്സായുടെ വലിയൊരു പ്രവർത്തനമാണ്. റൂഹാദ ഖുദ്സായുടെ മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയമാണ് എന്നെയും നിങ്ങളെയും തൃത്വത്തിലേക്ക്, തിരുഹൃദയത്തിന്റെ ഐക്യത്തിലേക്ക് നയിക്കുക എന്ന സത്യം ആരും മറന്നു കളയരുത്. പ്രിയപ്പെട്ടവരെ, സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റ് 14-ാം നൂറ്റാണ്ടിലാണ് അമ്മയുടെ വിമല ഹൃദയത്തെ കുറിച്ചുള്ള ഭക്തി വ്യാപകമായി പ്രചരിക്കപ്പെട്ടത്. അവിടെ ഈശോ പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ് സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റ് എഴുതി വെച്ചിരിക്കുക: മാതാവിന്റെ ഹൃദയം എന്റെ ഹൃദയം പോലെ തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ച് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിച്ചു. ഞാൻ എന്റെ ശരീരത്തിൽ മുഴുവനായി സഹിച്ചപ്പോൾ അമ്മ ആ സഹനങ്ങളും സങ്കടങ്ങളും തന്റെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് സഹിച്ചുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈശോ അമ്മയുടെ വിമല ഹൃദയത്തെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, മാതാവിന്റെ ഹൃദയവും എന്റെ ഹൃദയവും ഒരുപോലെയാണ് എന്ന്. ആ അമ്മ ഹൃദയത്തിൽ സഹിച്ചത് പുത്രൻ സ്വന്തം ശരീരത്തിൽ സഹിച്ചുവെന്ന് നമുക്കറിയാം. ഇനി
പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മയെക്കുറിച്ച് ഈ തിരുഹൃദയത്തിന്റെ വഴി എന്ന പുസ്തകത്തിൽ അച്ഛൻ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് വലിയൊരു പ്രാർത്ഥനയാണ്. എനിക്കത് വലിയ ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഓ അമലോത്ഭവ രാജ്ഞി, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പറുദീസായുടെയും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പറുദീസായുടെയും ഇടയിൽ ദൈവം തന്നെ സ്ഥാപിച്ച ഒരു പാലമാണ് അവിടുന്ന്. ആദിയിൽ നഷ്ടപ്പെട്ട പറുദീസായും കിട്ടാനിരിക്കുന്ന സ്വർഗരാജ്യത്തിന്റെ പറുദീസായ്ക്കും ഇടയിൽ ദൈവം തന്നെ സ്ഥാപിച്ച ഒരു പാലമാണല്ലോ അമ്മേ നീ. അവിടുത്തെ തൃക്കരങ്ങൾ വഴി ഈശോ ഞങ്ങളുടെ പക്കലേക്ക് എഴുന്നള്ളി വരട്ടെ. ഓ അമ്മേ ദിവ്യനാഥേ, അവിടുത്തെ കരങ്ങൾ ഈശോയുടെ ആരാധ്യമായ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ സംവഹിക്കട്ടെ എന്ന് അവിടെ ഈ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ ദിവ്യഹൃദയത്തിലേക്ക് നമ്മളെ സംവഹിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയെ സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിക്കേണ്ടതും പരിശുദ്ധ അമ്മയാണ്. പ്രേക്ഷിതരുടെ അധ്യാപികയാണ് പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ട മക്കളെ, ഈശോ മുഴുവനായും മറിയത്തിൻ്റെതാണെങ്കിലും സവിശേഷവിധമായ സ്വന്തമായി അവിടത്തേക്ക് ഒന്നുണ്ട്. അത് ഈശോയുടെ തിരുഹൃദയമാണ്. അപ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയെ തിരുഹൃദയ രാജ്ഞി, സ്നേഹത്തിന്റെ മാതാവേ, കരുണയുടെ മാതാവേ എന്നൊക്കെ നമ്മൾ വിളിക്കും. എന്നാല് നിരവധിയായ മണവാട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് കളങ്കമില്ലാത്തൊരു കന്യകയെ പോലെയാണ് ഈശോ അമ്മയെ സ്നേഹിച്ചത്. സ്വന്തം അമ്മയെ പോലെ ഈശോ പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചു. മാതാവിന്റെ മാറിൽ ചാരി കിടന്നുകൊണ്ട് അവിടുന്ന് ഈ ലോകത്തെ മുഴുവനായി നോക്കിക്കൊണ്ടു. മാതാവിന്റെ കൈകളിൽ ഇരുന്നു കൊണ്ട് ഈ ലോകത്തെ അവിടുന്ന് ആദ്യമായി ആശീർവദിച്ചു. മാതാവിന്റെ കരങ്ങളിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് നമ്മെ കരുണയോടെ വീക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരിക്കല് ഈ പുസ്തകത്തിൽ അച്ഛൻ ഒരു അനുഭവം വ്യക്തമാക്കുകയാണ്. അച്ഛൻ ഏകദേശം 12 വയസ്സുള്ള സമയത്ത് അച്ഛന്റെ വീടിനടുത്ത് ഒരു പ്രൊട്ടസ്റ്റന്റ് മനുഷ്യൻ താമസിക്കുന്നുണ്ട്. കത്തോലിക്ക വിശ്വാസത്തിൽ പിരിഞ്ഞു പോയ മനുഷ്യനാണ്. മാനസാന്തരപ്പെടാതെ മരണത്തിലേക്ക് എടുക്കുന്ന സമയം അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളും ഈ 12 വയസ്സുകാരൻ ഈ മകനും കൂടി പ്രാർത്ഥിക്കുകയാണ് ഇദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാകാൻ. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം അവര് കാണുകയാണ് ഈ മനുഷ്യന്റെ മുറിയിൽ നിന്ന് ബെല്ലുകൾ അടിക്കുന്നതായിട്ട്. വയ്യാതെ കിടക്കുന്ന ആളായതുകൊണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ബെല്ലടിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ബെല്ലുകൾ അടിക്കാനായിട്ട് ശ്രദ്ധിച്ചു. ഓടി ചെന്നപ്പോൾ പറഞ്ഞു, എനിക്ക് കത്തോലിക്കനാകാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എനിക്കൊന്ന് കുമ്പസാരിക്കണം, എനിക്കൊന്ന് മാമോദീസ സ്വീകരിക്കണം. അപ്പോൾ തന്നെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നവർ 3-4 പേര് ഒരുമിച്ച് പള്ളിയിലേക്ക് ഓടി. എന്നാൽ ആ പള്ളിയിൽ ചെന്നപ്പോൾ അച്ഛന്മാരാരും തന്നെ എവിടെയില്ല. രോഗികളുടെ അടുക്കലേക്ക് അവർ പോയിരിക്കുകയാണ്. എന്നാൽ ഇവർക്കറിയാം അദ്ദേഹം ഇനി അധിക നേരം ജീവനോടെ ഇരിക്കുകയില്ല. അതുകൊണ്ട് അവരിലൊരാൾ അദ്ദേഹത്തിന് വീട്ടുമാമോദീസ കൊടുത്തു. തത്സമയം അദ്ദേഹം മരണാസന്നനായിരുന്നെങ്കിലും മന്ദസ്മരം തൂക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞുവെന്ന് എഴുതിയിരിക്കുകയാണ്, ഞാൻ ഒരു ഭാഗ്യവാൻ തന്നെ. പരിശുദ്ധ കന്യകയുടെ സ്തുതിക്കായി നിങ്ങൾ ഒരു പ്രാർത്ഥന നടത്തുവിൻ. ആ ദിവ്യനാഥനൊരു ചിത്രം അയാൾ ആവശ്യപ്പെട്ടു. അത് വാങ്ങിച്ച് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അതിനെ ചുംബിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധ രാജ്ഞി എന്ന ആ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലാൻ തുടങ്ങി. ഒടുവിൽ ഞങ്ങൾ ഓ കരുണയും സ്നേഹവും മാധുര്യമുള്ള കന്യകയെ എന്ന് പറഞ്ഞപ്പോൾ അയാൾ തന്റെ കരങ്ങളിലിരുന്ന പടത്തെ അധരങ്ങളോട് അടുപ്പിച്ച് അവസാനമായി ഒന്ന് ചുംബിച്ചിട്ട് അയാളുടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയമാണ് ഈശോയിലേക്ക് നയിക്കുക. മാനസാന്തരങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്നവൾ പരിശുദ്ധ അമ്മയാണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ വലിയ കുറവുകളിലൂടെ, പോരായ്മകളിലൂടെ, ദുശീലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ അമ്മയുടെ ചാരയിരുന്ന് അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. മാറ്റങ്ങൾ സംഭവിക്കുന്നത് വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, ജപമാല ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ച്
കർത്താവിന്റെ കൃപ എത്രയോ ജീവിതങ്ങളിലേക്കാണ് ചൊരിഞ്ഞിരിക്കുക. എത്രയോ മക്കളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കാണ് കർത്താവ് ചൊരിഞ്ഞിരിക്കുക. തിരിച്ച് കുടുംബ ജീവിതത്തിന്റെ കുറവുകളിൽ പരിശുദ്ധ അമ്മ വലിയ മധ്യസ്ഥം വഹിക്കും. അത് നിങ്ങൾ മറന്നു കളയരുത്. തിരുഹൃദയം കുടുംബത്തിന്റെ നാഥനാണ് എങ്കിൽ പരിശുദ്ധ അമ്മ കുടുംബത്തിന്റെ നാഥയാണെന്ന കാര്യം മറന്നു കളയരുതേ പ്രിയപ്പെട്ടവരെ. ഇനി ഒരിക്കല് പരിശുദ്ധ അമ്മയെ കുറിച്ച് ഒത്തിരി ഭക്തിയുള്ള ഒരു വ്യക്തി, ഈ പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കുക ദിവ്യകാരുണ്യ നാഥനിലേക്കാണ്. അത് മറന്നു കളയാം. എന്റെ ഒന്നാമത്തെ ക്ലാസ് അതായിരുന്നു, തിരുഹൃദയം ദിവ്യകാരുണ്യത്തിൽ നിന്നായിരുന്നു. അപ്പോൾ ഈ തിരുഹൃദയ നാഥൻ നമ്മെ നയിക്കുക ദിവ്യകാരുണ്യത്തിലേക്കാണ്. നാഥേ, അങ്ങ് ഒരമ്മയാണെന്ന് കാണിക്കണമേ എന്ന് ഒരു പെൺകുട്ടി അവളുടെ വലിയ സഹനത്തിന്റെ നാളുകളിൽ അമ്മയോട് പ്രാർത്ഥിച്ചു. ഉടനെ മറിയം വളരെ അനുകമ്പയോടെ അവളോട് പറഞ്ഞു, ആദ്യമായി നീ എന്റെ മകളാണെന്ന് കാണിക്കുക. മറിയം അവളെ ശാസിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും നമ്മൾ കൊണ്ടുപോയി മറിയത്തിന്റെ ചിത്രത്തിന്റെ മുൻപിൽ പുഷ്പങ്ങൾ ചാർത്താറുണ്ട്, ജപമാല മണികൾ ചൊല്ലാറുണ്ട്, പ്രതിഷ്ഠകൾ നടത്താറുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ, പുത്രതുല്യമായ സ്നേഹത്തോടെ, ഉത്കടമായ ഭക്തിയോടെ, വിശുദ്ധിയോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതാണ് അതിനേക്കാൾ എല്ലാം അധികമായി അമ്മ ഇഷ്ടപ്പെടുക. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അമ്മയെ അതിമനോഹരമായി അലങ്കരിച്ച് നാടുനീളെ കൊണ്ടു നടക്കാം, രൂപങ്ങൾ കൊണ്ടു നടക്കാം, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് രാത്രി മുഴുവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. എന്നാൽ അതിനേക്കാളേറെ അമ്മ ഇഷ്ടപ്പെടുക ഞാനും നിങ്ങളും അതിവിശുദ്ധിയോടെ, അതിയായ സ്നേഹത്തോടെ, ഭക്തിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതാണ്. കാരണം അമ്മ ദിവ്യകാരുണ്യനാഥനിലേക്ക് നമ്മളെ ആനയിച്ചു കൊണ്ടിരിക്കും. ദിവ്യകാരുണ്യമാകുന്ന സ്വർഗീയ മന്ന അവളുടെ പ്രിയ പുത്രനായതുകൊണ്ട് ആ പുത്രനെ സ്നേഹിക്കണമെന്ന് അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. മരിയഭക്തി വർദ്ധിക്കുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുമ്പോൾ അതിന്റെ തോതനുസരിച്ച് ദിവ്യകാരുണ്യത്തിന്റെ അഗ്നി ഒരു മനുഷ്യനിൽ ഉജ്ജ്വലമാകണം. അല്ലെങ്കിൽ ആ ഭക്തി യഥാർത്ഥ ഭക്തിയല്ല പ്രിയപ്പെട്ടവരെ. മറിയത്തിന്റെ ഉദരഫലമായ ഈശോയെ നമുക്ക് കാണിച്ചു തരണമെന്നാണ് യഥാർത്ഥ ഭക്തിയോട് നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മേ, അങ്ങനെ ഉദരഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന്. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം നമ്മെ ദിവ്യകാരുണ്യനാഥനിലേക്ക് ആനയിക്കുമെന്ന സത്യം പ്രിയപ്പെട്ടവരെ മറക്കരുത്. അപ്പോൾ ഈ അമ്മയുടെ, കർത്താവിന്റെയും തിരുസഭ മുഴുവന്റെയും ആനന്ദത്തിനായി നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കാം. മരിയ ഭക്തി സുവിശേഷ പ്രബോധനത്തിനും കത്തോലിക്ക സഭയുടെ ആദർശത്തിനും എല്ലാം യോജിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന പറഞ്ഞു തരികയാണ്. ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഏറെ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. പരിശുദ്ധ മാതാവേ, അവിടുന്ന് ഈശോയുടെയും എന്റെയും ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു. എന്റെ പൂർണ്ണ ഹൃദയത്തോടും ഒരു ശിശുവിനെ തന്റെ അമ്മയോട് എന്നതുപോലെ നിഷ്കപടമായ വിശ്വാസത്തോടും കൂടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നെന്ന് ഉറപ്പിച്ച് പറയുന്നതിന് ഞാനിത് അങ്ങയുടെ മുൻപിൽ വരുന്നു. അങ്ങയുടെ തൃക്കരങ്ങളിൽ വഴി ഈശോ എന്റെ പക്കൽ വരുന്നതിന് അങ്ങ് സക്രാന്തി തുറക്കണമെന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങയുടേതാകുന്നല്ലോ. അവിടുന്ന് എപ്പോഴും നിത്യകാലവും എന്റേതുമായിരിക്കുന്നുള്ള വരം എനിക്ക് തരണമേ. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ മാറോട് ചാരിക്കടന്ന് തിരുഹൃദയത്തെ അധികമായി സ്നേഹിച്ച് അമ്മയുടെ ഹൃദയത്തിന്റെ യഥാർത്ഥ മക്കളായിട്ട് മാറി തിരുഹൃദയ രാജ്ഞിയെ നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപ ചോദിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ നമുക്ക് പരിപൂർണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. വലിയ ഏകാഗ്രതയോടെ നമുക്ക് ആയിരിക്കാം. ഈശോയെ, അങ്ങയെ ആരാധിക്കുവാൻ, വചനം ശ്രവിക്കുവാൻ, കർത്താവിന്റെ തിരുമുൻപിൽ സ്നേഹത്തോടെ ആയിരിക്കാൻ
ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഇപ്പോൾ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാത്ത നമുക്ക് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ കിട്ടുവാൻ എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, പൊന്നു പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ, ഹൃദയത്തിലടക്കി വെച്ചിരിക്കുന്ന മുഴുവൻ സ്നേഹത്തോടും കൂടി ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളോട് കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 24-ാമത്തെ വചനം. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനിത് കേൾക്കും. എല്ലാ മക്കളും ഒന്ന് കണ്ണുകളടച്ച് കർത്താവ് നമ്മളോട് പറയുകയാണ്, നിന്റെ ഹൃദയത്തോട് ഈശോ പറയുകയാണ്, വിളിക്കും മുമ്പേ ഞാൻ നിനക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും. പ്രിയപ്പെട്ടവരെ, വിളിക്കും മുമ്പേ ഉത്തരമരുളണമെങ്കിൽ നമ്മുടെ ഹൃദയം അറിയുന്ന ഈശോ, പ്രാർത്ഥിക്കും മുമ്പേ നമ്മുടെ അടുത്തായിരിക്കും നമ്മുടെ തമ്പുരാൻ, ഇതാ ഞാനെന്ന് പറഞ്ഞ് കൂടെ ഇരിക്കുന്ന ഒരു ഈശോ ഇപ്പോൾ നമ്മുടെ മധ്യത്തിലായിരിക്കുകയാണ്. നിന്റെ ഹൃദയത്തോട് നീ പറയണം, എൻ്റെ ഹൃദയമേ, നിന്റെ നാഥന്റെ അടുത്താണ് നീ ആയിരിക്കുക. എൻ്റെ ആത്മാവെ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പെടുന്നു? നിന്റെ ദൈവത്തിൽ ശരണം വെക്കുക. നമ്മുടെ ഹൃദയത്തോട് നമുക്ക് പറയാം. കർത്താവിൽ ശരണം വെക്കുവാൻ നമ്മളോട് തന്നെ പറയാം. കർത്താവ് നമ്മളോട് പറയുകയാണ്, വിളിക്കും മുമ്പേ നിനക്ക് ഞാൻ ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരെ മുൻപേ ഇതാ ഞാനെന്ന് അവിടുന്ന് നമ്മോട് പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളിലും ഉത്തരം തരുന്ന ഈശോയുടെ സന്നിധിയിൽ വലിയ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൽ ഉത്ഭവിച്ച ഈശോയുടെ തിരുഹൃദയം, ആ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മുഴുവനായി നമുക്ക് സമർപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങൾ ഞാൻ വായിക്കുകയാണ്. എല്ലാ മക്കളും കണ്ണുകളടച്ച് ഈശോ നിന്റെ ചെവിയിൽ പറയുന്നതായ ആ വചനത്തെ കേൾക്കുക. ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. അതുകണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും. കർത്താവിന്റെ കരം അവിടുത്തെ ദാസരോടുകൂടെയും കർത്താവിന്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെ എന്നും അപ്പോൾ വെളിവാകും. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും, അവിടുത്തെ രഥം കൊടുങ്കാറ്റുപോലെ. പ്രിയപ്പെട്ടവരെ, ആദ്യ വചനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. അവൾ നിന്നെ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും ചെയ്യും. ജെറുസലേമിനെ കുറിച്ച് സ്വർഗം പ്രവചിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ജെറുസലേമായ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കാം. നമ്മുടെ എല്ലാം ജീവിതങ്ങളെ അമ്മയുടെ മടിയിലേക്ക് നമുക്ക് എടുത്തു വയ്ക്കാം.
മടിയിലിരുത്തി ഞാൻ നിന്നെ ലാളിക്കും. അവൾ നിന്നെ പാലൂട്ടും, അവൾ നിന്നെ ആശ്വസിപ്പിക്കും, നീ സാന്ത്വനം അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് തിരുക്കുമാരനായ ഈശോയെ, സ്വർഗീയ പിതാവിനെ, പരിശുദ്ധാത്മ ശക്തിയെ നമുക്കൊരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ, രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. അമ്മയുടെ മടിയിൽ നിന്ന് അമ്മയുടെ ഹൃദയ വികാരങ്ങളോടും വിചാരങ്ങളോടും ചേർന്ന് എല്ലാ മക്കളും സ്തുതിക്കട്ടെ, ഈശോയെ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന കർത്താവേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, പരിശുദ്ധ അമ്മയുടെ സാന്ത്വനം അനുഭവിക്കുവാൻ കൃപകൾ നിറഞ്ഞൊഴുകുന്ന മണിക്കൂറായി ഈ മണിക്കൂറുകളെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ കൃപകൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജീവിതങ്ങളിലും വലിയ കൃപകൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ആരാധന ഈശോയെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ഒരു ഹൃദയത്തോടെ, ഒരു മനസ്സോടെ ഞങ്ങൾ ഇന്ന് ആരാധിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത്തോട് ചേർന്ന് ആരാധിക്കുകയാണ്. തിരുഹൃദയത്തിന്റെ അനന്ത നന്മകൾ ഈ കൂട്ടായ്മയിലേക്ക് ഒഴുകേണ്ടതിനായി കർത്താവേ, ഒരു മനസ്സോടെ നമുക്ക് പാടി പാടി ആരാധിക്കാം. കർത്താവിനെ മതിമറന്ന് പാടി ആരാധിക്കാം. എല്ലാ ഹൃദയങ്ങളും കരങ്ങളടിച്ച് ഹൃദയമുയർത്തി, മനമുയർത്തി, സർവശക്തിയോടെ കർത്താവിനെ പാടി ആരാധിക്കട്ടെ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. വലിയ മധ്യസ്ഥം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ ഹൃദയങ്ങളും വികാര വിചാരങ്ങളെ ചേർത്ത് വെച്ച്, ആവശ്യങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും കൊടുക്കാം. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. തൻ്റെ ആലയത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അതേ, കർത്താവ് ഉത്തരമരുളുന്ന സമയമാണ്. കർത്താവ് കേൾക്കുന്ന സമയമാണിത്. നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും എല്ലാ അവസ്ഥകളും ചേർത്ത് വെച്ച് ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പരിശുദ്ധയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണേ അമ്മേ. ഞങ്ങളിതാ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, കുടുംബത്തിന്റെ എല്ലാ അവസ്ഥകളെ സമർപ്പിക്കുന്നു. കർത്താവേ, ജയിലിലായിരിക്കുന്ന 2 പേരെ പ്രത്യേകം ഈ സമയം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ജോലി നഷ്ടപ്പെട്ടു പോയ 3 പേരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
വലിയ ഇടപെടലുകൾ ഇന്നുണ്ടാവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി 2 കരങ്ങളും ഉയർത്തി എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ശക്തിയോടെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുകയാണ് കർത്താവേ. കുടുംബങ്ങളിൽ പ്രതീക്ഷ നിറയട്ടെ ഈശോയെ. നസ്രത്തിലെ കുടുംബം പോലെ കുടുംബങ്ങളായി മാറട്ടെ കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. മക്കളെ അനുദപിച്ചാൽ മോക്ഷമുണ്ട്, മനം പകർന്നവൻ അരികിലുണ്ട്. അനുദപിച്ചാൽ മോക്ഷമുണ്ട്, മനം തകർന്നാലവൻ അരികിലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. വിശ്വസിച്ചാൽ മഹത്വം നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും പാടി ആരാധിക്കട്ടെ. എല്ലാ മക്കളും പാടി പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങൾ ഒരു മനസ്സോടെ ആരാധിക്കുന്നു കർത്താവേ. ഒരു ഹൃദയത്തോടെ ആരാധിക്കുന്നു കർത്താവേ. ജീവിതങ്ങളെ ചേർത്ത് വെച്ച് ആരാധിക്കുന്നു കർത്താവേ. വലിയ പരിശുദ്ധാത്മ കൃപ ഇന്ന് നിറയട്ടെ. വലിയ ദൈവസ്നേഹം നിറയട്ടെ. വലിയ പ്രതീക്ഷ നിറയട്ടെ. ഈശോയെ സ്തുതിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു കർത്താവേ. നന്ദി പറയുന്നു കർത്താവേ. ആരാധിക്കുന്നപ്പ, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ. ഹല്ലേലൂയ, ഈശോയെ. നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. അനുദപിച്ചാൽ മോക്ഷമുണ്ട്, മനം തകർന്നാലവൻ അരികിലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. ഈശോയെ, ഞാനിത് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുകയാണ്. ഇന്ന് പരിശുദ്ധ അമ്മയിലൂടെ വലിയൊരു ഇടപെടൽ എൻ്റെ കുടുംബത്തിൽ ചെയ്യണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും അമ്മയുടെ അടുത്ത് ചേർന്നിരിക്കണം. ഈശോയെ ആരാധിക്കാൻ നമ്മളായിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ അമ്മേ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കൃപകൾ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മടിയിൽ നമ്മൾ എന്തു വെച്ചാലും അമ്മ അതെല്ലാം കേൾക്കും, അമ്മ അതെല്ലാം കാണും, അമ്മ അതെല്ലാം വായിക്കും, അമ്മ അതുമായി
തിരുക്കുമാരൻ്റെ സന്നിധിയിലേക്ക് തിരിയും. പ്രിയപ്പെട്ടവരെ, അമ്മയോട് നമ്മുടെ അടുത്ത് വരാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, ഇന്ന് ഈ കൂട്ടായ്മയെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വരണമേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നിയോഗം പരിശുദ്ധ അമ്മയോട് ചോദിക്കുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിയോഗം അമ്മയോട് ചോദിക്കണം. അതേത് നിയോഗവുമായി കൊള്ളട്ടെ. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പുത്രനെ സ്വീകരിച്ച പരിശുദ്ധ അമ്മ, സ്വർഗീയ രാജ്ഞിയായ പരിശുദ്ധ അമ്മ, ആ അമ്മ നമ്മളെ ഈശോയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. അമ്മേ, ഒന്ന് പറഞ്ഞേ മക്കളെ, അമ്മയൊന്ന് കാണാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. ഭാത്യമായിലെ കുട്ടികൾക്ക് കണ്ണുകൾക്ക് അമ്മയെ കാണാൻ അനുവദിച്ചെങ്കിൽ, ഭരണദീത്തായ്ക്ക് പരിശുദ്ധ അമ്മയെ കാണാൻ സ്വർഗം അനുവാദം കൊടുത്തെങ്കിൽ, അനേകം ഭക്തർക്ക് പരിശുദ്ധ അമ്മയെ കാണുവാൻ സ്വർഗം അനുവദിച്ചെങ്കിൽ, കഞ്ചിക്കോട്ട് റാണി ചേച്ചിയുടെ അടുക്കൽ അമ്മ ഇറങ്ങി വന്ന് ജപമാല കൊടുത്തെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. അമ്മേ, അമ്മയെ കാണാൻ ഞങ്ങളെ ഒന്ന് അനുവദിക്കണേ അമ്മേ. പാപികളായ ഞങ്ങളുടെ കണ്ണുകൾക്ക് യോഗ്യതയൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. അമ്മ അതിമനോഹരിയാണ്. അമ്മ ഒത്തിരി വിശുദ്ധയാണ്. അമ്മയുടെ മുൻപിൽ നിൽക്കാൻ പോലും ഞങ്ങൾക്ക് യോഗ്യതയില്ല. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അമ്മേ, അമ്മയൊന്ന് കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു ഈടുകൾ പാടി പ്രാർത്ഥിക്കാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, ഈശോ തന്നൊരമ്മേ. നമുക്ക് കണ്ണുകൾ അടച്ച് ദിവ്യകാരുണ്യ ഈശോയെ ഒരു നിമിഷം ഒന്ന് ആരാധിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം മാത്രം പ്രാർത്ഥിക്കാം. അമ്മയെ അനുഭവിക്കാൻ ഒരു കൃപ തരണേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ബോധ്യങ്ങളിലല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയെ അനുഭവിക്കാൻ ഒരു കൃപ. അമ്മ നമ്മുടെ കരം പിടിക്കുന്ന, നമ്മുടെ കൂടെ ഇരിക്കുന്ന, പാപത്തിൽ നമ്മളെ മോചിപ്പിക്കുന്ന, എല്ലാ വിധത്തിലും നമ്മളെ സഹായിക്കുന്ന ആ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം എല്ലാവരും ചോദിച്ചേ. അമ്മയെ സ്നേഹിക്കുന്നത് പോലെ ഈശോയുടെ ഹൃദയത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് എല്ലാ മക്കളും പ്രാർത്ഥിച്ചേ. അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. നമുക്കൊരു ഗാനത്തിൻ്റെ ഇരടുകൾ പാടി അമ്മയുടെ സ്നേഹത്തിൻ്റെ ആ വലിയ കാരുണ്യമൊക്കെ ഇന്ന് രാത്രി പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം നമുക്ക് കിട്ടട്ടെ. തിരുഹൃദയ പ്രേക്ഷിതരാകാൻ ആഗ്രഹിക്കുന്ന നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം. മിഴികൾ നിറയുമ്പോളം മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോളം മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. ദുഃഖ
ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. നമുക്ക് തിരുഹൃദയ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം. പ്രാരംഭ പ്രാർത്ഥന. അനന്ത നന്മ സ്വരൂപിയായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് പാപാന്തകത്തെ നിബന്ധിച്ച മനുഷ്യരാശിയെ രക്ഷിക്കാൻ തിരുമനസ്സായതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷയും ആശ്രയവുമായ ഈശോയെ, പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് കാത്തുരക്ഷിക്കണമേ. അങ്ങേ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഈശോയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കൈക്കൊള്ളണമേ. പ്രത്യേകമായി ഈ നൊവേനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നമുക്ക് ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. എൻ്റെ ദിവ്യഹൃദയ ഭക്തരുടെ ജീവിതാന്തസ്സിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യും നല്ലി ചെയ്ത ഈശോയെ. അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകുമെന്ന് അരുളി ചെയ്ത ഈശോയെ. അവരുടെ സങ്കടങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കുമെന്ന് അരുളി ചെയ്ത ഈശോയെ. ജീവിതകാലത്ത് പ്രത്യേകം അവരുടെ മരണസമയത്തും ഞാൻ അവർക്ക് ഉറപ്പുള്ള സങ്കേതമായിരിക്കും എന്ന് അരുളി ചെയ്ത ഈശോയെ. അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ അനവധി ആശീർവാദങ്ങൾ നൽകുമെന്ന് അരുളി ചെയ്ത ഈശോയെ. പാപികൾ എന്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ വറ്റാത്ത ഉറവയും സമുദ്രവും കണ്ടെത്തുമെന്ന് അരുളി ചെയ്ത ഈശോയെ. മന്ദതയുള്ള ആത്മാക്കൾ അതിവേഗം പരിപൂർണ്ണ പദവിയിൽ പ്രവേശിക്കും അരുളി ചെയ്ത ഈശോയെ. തീഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം പരിപൂർണ്ണ പദവിയിൽ പ്രവേശിക്കും അരുളി ചെയ്ത ഈശോയെ. എന്റെ തിരുഹൃദയവും പ്രതിഷ്ഠിച്ച് വണങ്ങുന്ന ഭവനങ്ങൾ എന്റെ ആശീർവാദം ഉണ്ടാകുമെന്ന് അരുളി ചെയ്ത ഈശോയെ. കഠിന ഹൃദയരായ പാപികളെ മനസ്സ് തിരിക്കുന്നുള്ള വരം വൈദികർക്ക് ഞാൻ കൊടുക്കുമെന്ന് അരുളി ചെയ്ത ഈശോയെ. തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് അരുളി ചെയ്ത ഈശോയെ. 9 രാത്രി വെള്ളിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിന്റെ വരം നൽകുമെന്ന് അരുളി ചെയ്ത ഈശോയെ. പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്നും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എന്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുമെന്നും അരുളി ചെയ്ത ഈശോനാഥ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഈശോയുടെ ദിവ്യഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാലത്തൊഴുത്തിൽ പിറന്ന 33 വത്സരം ഇഹലോക ജീവിതത്തിൽ ജീവിച്ച് കാൽവരിയിൽ കുരിശിൽ മരിച്ച് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിച്ച ഈശോനാഥ, ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്നും മേലിൽ പാപത്തിൽ വീഴാതെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം, തീരാരോഗങ്ങൾ, അപകടങ്ങൾ, ദാരിദ്ര്യം ഇവയിൽ നിന്ന് മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നല്ല കാലാവസ്ഥയും സമൃദ്ധമായ വിളവുകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യരും സഹോദര സ്നേഹത്തിലും സഹവർത്തിത്തിലും സാധീന അനുകമ്പയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ സ്നേഹത്തിലും അനുസരണയിലും ദൈവഭക്തിയിലും അധികാരാദരവിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിദ്യാർത്ഥിനികളും പഠനത്തിൽ സമർത്ഥരും സഹപാഠികളോടും സ്നേഹമുള്ളവരും അധ്യാപകരുടെ ആദരവുള്ളവരുമായി വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നൊവേനയിൽ സംബന്ധിച്ച് ഞങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. എന്റെ ഈശോയെ, ഗാഗുൽത്താമലയിൽ 2 കള്ളന്മാരുടെ നടുവിൽ കുരിശിൽ തൂങ്ങിക്കിടന്ന് അങ്ങേ തിരുഹൃദയം കുന്നത്താൽ കുത്തി തുറക്കപ്പെട്ട് അവസാന തുള്ളി രക്തം വരെ ചിന്തി മനുഷ്യകുലത്തെ രക്ഷിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളുടെ കാഠിന്യത്താലാണ് അങ്ങ് ഇത്ര കഠോരമായ പീഡകൾ സഹിച്ചതെന്ന് ഓർത്ത് ഞങ്ങൾ പൊറുതി അപേക്ഷിക്കുന്നു. കരുണാവാരിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ ദൈവമേ, അങ്ങേ സന്നിധിയിൽ കേണപേക്ഷിക്കുന്ന ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും സ്വർഗഭാഗ്യത്തിന് അർഹരാക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാപന പ്രാർത്ഥന. നമുക്ക് ശിരസ് നമിച്ച് കരങ്ങൾ കുട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ തിരുമുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ ദിവ്യഹൃദയത്തിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, പാപത്താൽ വിരൂപമായിരിക്കുന്നതും കോപാഗ്നിയാൽ ജ്വലിക്കുന്നതുമായ എൻ്റെ ഹൃദയത്തെ കടാക്ഷിക്കണമേ. എൻ്റെ നല്ല ഈശോയെ, എൻ്റെ എല്ലാ ദുർഗുണങ്ങളും നീങ്ങുന്നതിനും അങ്ങേ സ്നേഹശീലവും ക്ഷമയും കണ്ടുപഠിക്കുന്നതിനും വേണ്ട അനുഗ്രഹം നൽകണമേ. അങ്ങേ മഹത്വത്തിനും ശക്തിക്കും യോജിച്ച വിധം അങ്ങേ സ്നേഹിക്കത്തക്ക ഒരു ഹൃദയം എനിക്ക് നൽകണമേ. കർത്താവെ, അങ്ങേ അനന്ത കൃപയാൽ എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ആരാധനയ്ക്ക് പാത്രമായ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങ് എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വ്യക്തമായി അറിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും കനിഞ്ഞ് അനുഗ്രഹിക്കണമേ. ഈ നൊവേനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രത്യേക ആവശ്യം അങ്ങേ കൃപാ കടാക്ഷത്താൽ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ വിനയപുരസ്കാരം അപേക്ഷിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ ദിവ്യഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ കന്യകാ മറിയത്തിലൂടെ തിരുഹൃദയത്തിൻ്റെ അനന്തമായ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുവാൻ അമ്മയോട് ചേർന്ന് അമ്മയെ തിരുസക്രാരി ഞങ്ങൾക്കായി, ഈശോയുടെ തിരുഹൃദയം ഇരിക്കുന്ന തിരുസക്രാരി ഞങ്ങൾക്കായി തുറന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ വലിയ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ ഈശോയുടെ ഹൃദയത്തോട് സംവഹിക്കണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കാം. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ, അവിടുത്തെ ഹൃദയത്തിൽ ഞങ്ങൾക്കും സ്ഥാനം കിട്ടേണ്ടതിനായി ദൈവഹൃദയത്തിന് ആമേൻ പറയാൻ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്